നമസ്കാരം. ജാതക കഥകളിലെ 41-ാമത്തെ കഥ അത്യാർത്തിക്കാരനായ കുറുക്കൻ. ബ്രഹ്മദത്തൻ വാരണാസി ഭരിക്കുന്ന കാലം. ബോധിസത്വൻ ഒരു കുറുക്കനായി ജനിച്ചു. കാട്ടിൽ ഒരു നദിക്കരയിലായിരുന്നു അവൻ കഴിഞ്ഞിരുന്നത്. കുറേ ദിവസങ്ങളായി തീറ്റയൊന്നും കിട്ടാതെ അവൻ അലഞ്ഞു നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ അതാ നദിക്കരയിൽ ഒരു ആന ചത്തു കിടക്കുന്നു. അത് കണ്ട് കുറുക്കന് സന്തോഷമായി. അവൻ വിചാരിച്ചു, നല്ല കോളായി, തിന്നാലും തീരാത്ത പോലെ ഇറച്ചിയുണ്ട്. അവൻ ഓടിച്ചെന്ന് ആനയുടെ തുമ്പിക്കൈയിൽ ഒന്ന് കടിച്ചു. മുറിയുന്നില്ല. കൊമ്പിൽ കടിച്ചു. അതതിലും കട്ടി. കാലിലും വാലിലും കടിച്ചു നോക്കി, രക്ഷയില്ല. അവസാനം ആനയുടെ പിൻഭാഗത്ത് ഒന്ന് കടിച്ചു നോക്കി. ഭാഗ്യം, മുറിയുന്നുണ്ട്. അവൻ അവിടെ നിന്ന് തിന്നാൻ തുടങ്ങി. അങ്ങനെ തിന്ന് ആനയുടെ വയറ്റിനുള്ളിലേക്ക് കടന്നു. തിന്നുംതോറും കുറുക്കന് ആർത്തി കൂടി. അവൻ വിചാരിച്ചു, ഇതിനുള്ളിൽ വേണ്ടുവോളം തീറ്റയുണ്ട്. ഒരു വലിയ ഗുഹയിലെന്ന പോലെ സുഖമായി താമസിക്കുകയും ചെയ്യാം. പിന്നെന്തിനാണ് പുറത്തു പോകുന്നത്? അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. വേനൽക്കാലം വന്നു. ആനയുടെ ജഡം ഉണങ്ങാൻ തുടങ്ങി. കുറുക്കൻ അകത്തു കയറിയ ദ്വാരം ഉണങ്ങി അടഞ്ഞു. ഇതൊന്നും അറിയാതെ കുറുക്കൻ ആനയുടെ കരളും ഹൃദയവുമെല്ലാം തിന്ന് മുന്നോട്ടു പോയി. അങ്ങനെ ആ ജഡത്തിനുള്ളിലെ ഇറച്ചിയെല്ലാം തീർന്നു. അപ്പോഴാണ് പുറത്തേക്കിറങ്ങാൻ നോക്കിയത്. ഒരു മാർഗവുമില്ല. ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹയിൽപ്പെട്ടതുപോലെ. കുറുക്കൻ ആകപ്പാടെ വിഷമിച്ചു. വീണ്ടും വിശന്നു തുടങ്ങി. പക്ഷെ എന്തു വഴി? വിശന്നു വലഞ്ഞ കുറുക്കൻ ആ ജഡത്തിനുള്ളിൽ പരക്കം പായാൻ തുടങ്ങി. അപ്പോഴേക്കും വേനൽ കഴിഞ്ഞു. ആദ്യത്തെ മഴ പെയ്തു. ഉണങ്ങി വരണ്ടിരുന്ന ആനയുടെ തോല് കുതിർന്ന് എവിടെയോ ഒരു വിടവുണ്ടായി. അതിലൂടെ ഉള്ളിലേക്ക് പ്രകാശം കടന്നു. ആ പ്രകാശം കണ്ട കുറുക്കൻ ആർത്തു വിളിച്ചു, രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. എന്നിട്ട് അവൻ ശക്തിയെല്ലാം എടുത്ത് ആ വിടവിന് നേരെ കുതിച്ചു. ആ കുതിപ്പിൻ്റെ ശക്തി കൊണ്ട് കുറുക്കൻ എങ്ങനെയോ പുറത്തു വന്നു. പുറത്തു കടന്നു കഴിഞ്ഞപ്പോഴാണ് അപകടം ബോധ്യപ്പെട്ടത്. ശരീരത്തിലെങ്ങും ഒരു രോമവുമില്ല. അതുകൂടിയായപ്പോൾ കുറുക്കൻ ആകപ്പാടെ വിഷമത്തിലായി. അവൻ ഏറെ നേരം ആലോചിച്ചിരുന്നു. അപ്പോൾ ഈ വിനയെല്ലാം തൻ്റെ അത്യാർത്തി കൊണ്ട് ഉണ്ടായതാണെന്ന സത്യം അവന് ബോധ്യപ്പെട്ടു. പിന്നീട് ആ കുറുക്കൻ അതുപോലെ ആർത്തി കാണിച്ചിട്ടില്ല. നന്ദി.